കുറുമാലിപ്പുഴയിലെ എല്ലാ ജലസേചന പദ്ധതികളും ഇറിഗേഷൻ വകുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുന്നു. നടപടി മേഖലയിൽ ആയിരക്കണക്കിന് ഹെക്ടർ കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായേക്കും. ജില്ലയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹാർദ്ദ വിനോദസഞ്ചാര കേന്ദ്രമായ അഴീക്കോട് മുനയ്ക്കൽ മുസ്രീസ് ഡോൾഫിൻ ബീച്ച്. വിനോദസഞ്ചാര വകുപ്പിന്റെ ബാരിയർ ഫ്രീ പദ്ധതിയിലൂടെ ഡോൾഫിൻ ബീച്ചിന് പുതിയ മുഖം. തീരദേശത്ത് അനധികൃത കണവപ്പിടുത്ത സംഘങ്ങൾ സജീവം. കൃത്രിമ പാര് നിർമ്മിച്ചുള്ള കണവപ്പിടുത്തത്തിനായി ഉപയോഗിക്കുന്നത് ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം. പ്രളയത്തിലെ വീട് നശിച്ച പുത്തൻചിറ പഞ്ചായത്തിലെ 3 കുടുംബങ്ങൾ ആനുകൂല്യങ്ങൾക്ക് പുറത്ത്. നടപടിക്രമങ്ങളിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തം. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കുറുമാലിപ്പുഴയിലെ എല്ലാ ജലസേചന പദ്ധതികളുടെ പ്രവർത്തനവും താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇറിഗേഷൻ വകുപ്പിന്റെ നിർദ്ദേശം. നടപടി മേഖലയിലെ ആയിരക്കണക്കിന് ഹെക്ടർ കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകും. പടിഞ്ഞാറൻ കോൾപ്പടവുകളിലെ കൃഷിക്ക് വെള്ളമെത്തിക്കുന്നതിനാണ് നടപടി. മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ശനിയാഴ്ച മുതൽ പമ്പിംഗ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത്. കുറുമാലിപ്പുഴയിൽ സർക്കാർ സ്വകാര്യ പദ്ധതികൾ ഉൾപ്പെടെ 100ഓളം ജലസേചന പദ്ധതികളാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ എല്ലാം പ്രവർത്തനം നിലച്ചാൽ കൃഷിനാശത്തിന് പുറമെ രൂക്ഷമായ കുടിവെള്ളക്ഷാമവും നേരിടേണ്ടിവരും. വരന്തരപ്പള്ളി, പുതുക്കാട്, പറപ്പൂക്കര പഞ്ചായത്തുകളിലായി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികളിൽ നിന്നാണ് പുതുക്കാട് മണ്ഡലത്തിന്റെ പകുതിയോളം കാർഷിക മേഖലയിലേക്ക് വെള്ളമെത്തിക്കുന്നത്. ഒരാഴ്ചയോളം പമ്പിംഗ് നിർത്തിവെക്കേണ്ടി വന്നാൽ ഭൂരിഭാഗം കാർഷിക വിളകളും വരണ്ടുണങ്ങും. 100 കണക്കിന് കർഷകരാണ് ആശങ്കയിലായിരിക്കുന്നത്. പുഴയിൽ പമ്പിംഗ് നടക്കുന്നത് മൂലം കോൾപ്പടവുകളിലേക്ക് ആവശ്യത്തിന് വെള്ളമെത്തുന്നില്ലെന്ന നെൽകർഷകരുടെ പരാതിയെ തുടർന്നാണ് ഇറിഗേഷൻ അധികൃതർ പമ്പിംഗ് നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചത്. ചിമ്മിനി ഡാമിൽ ആവശ്യത്തിന് വെള്ളമുള്ളപ്പോൾ കൂടുതൽ വെള്ളം തുറന്നുവിട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് മേഖലയിലെ കർഷകരുടെ ആവശ്യം. എന്നാൽ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടാൽ പുഴയിലെ താൽക്കാലിക മൺചിറകൾ തകരുമെന്നതിനാൽ കർഷകരുടെ ആവശ്യം നിരാകരിച്ചിരിക്കുകയാണ് അധികൃതർ. കുറുമാലിപ്പുഴയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകാത്ത വിധം എല്ലാവർക്കും വെള്ളമെത്തിക്കാനുള്ള നടപടികൾ ഇറിഗേഷൻ അധികൃതർ കൈക്കൊള്ളണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV പുതുക്കാട്. ജില്ലയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹാർദ്ദ വിനോദസഞ്ചാര കേന്ദ്രമായ അഴീക്കോട് മുനയ്ക്കൽ മുസ്രീസ് ഡോൾഫിൻ ബീച്ച്. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ഭിന്നശേഷിക്കാർക്കായുള്ള കുടുംബസംഘവും ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ബാരിയർ ഫ്രീ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പ്രത്യേക സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയത്. ജില്ലാ ടൂറിസം വകുപ്പും ഉത്തരവാദിത്ത ടൂറിസം മിഷനും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഭിന്നശേഷിക്കാർക്ക് തീരത്തേക്കെത്താൻ സൗകര്യപ്രദമായ രീതിയിൽ 26 റാമ്പുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. നീളമുള്ള നടപ്പാത, മോട്ടോർ വീൽചെയറുകൾ, ക്രച്ചസുകൾ, വാക്കിംഗ് സ്റ്റിക്ക്, ബ്രെയിലി ലിപിയിലുള്ള ദിശാസൂചകങ്ങൾ, കിയോസ്കി, ടച്ച് സ്ക്രീൻ കൂടാതെ പാർക്കിംഗ് സൗകര്യവും ഇവർക്കായി ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് തൃശൂർ ജില്ലയിലെ 7 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കുമായി 73,40,5000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 23,54,996 രൂപയാണ് മുനയ്ക്കൽ നിർമ്മാണ പ്രവൃത്തികൾക്കായി ചെലവാക്കിയത്. ബാരിയർ ഫ്രീ പദ്ധതി പ്രകാരം 9 കോടി രൂപ ചെലവിട്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 126 ടൂറിസം കേന്ദ്രങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കും. 2021 കേരളത്തെ പൂർണ്ണ ഭിന്നശേഷി സൗഹൃദ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കൈതവളപ്പിൽ, എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM അബ്ദുള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് VA സബാഹ്, സുഗത ശശിധരൻ, അംബിക ശിവപ്രിയൻ, വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. TCV കൊടുങ്ങല്ലൂർ. അനധികൃതമായി കണവാപ്പിടുത്തം നടത്തുന്ന സംഘങ്ങൾ തീരദേശത്ത് സജീവം. കൃത്രിമ പാര് നിർമ്മിച്ചുള്ള കണവാപ്പിടുത്തത്തിനായി ഉപയോഗിക്കുന്നത് ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം. കഴിമ്പുറം മുതൽ പെരിഞ്ഞനം വരെയുള്ള ഭാഗത്താണ് ഇവരുടെ പ്രവർത്തനം ശക്തമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലപ്പെട്ടി ബീച്ചിൽ നിരവധി കടലാമകളുടെ ജഡം കരക്കടിഞ്ഞിരുന്നു. ഇതോടൊപ്പം വ്യാപകമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തെങ്ങിന്റെ കൊഴിഞ്ഞിലുകളും കരക്കടിഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിൽ ഇത് കണവപ്പിടുത്തത്തിനുള്ള പാരുകൾ നിർമ്മിക്കാനായി കൊണ്ടുവരുന്നതാണെന്ന് കണ്ടെത്തി. ലോഡ് കണക്കിന് കൊഴിഞ്ഞലും കുപ്പികൾ, കാനുകൾ അടക്കമുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളും കൂട്ടിക്കെട്ടിയാണ് പാരുകൾ നിർമ്മിക്കുന്നത്. വലിയ മണൽച്ചാക്കുകളായി ബന്ധിപ്പിച്ച് മത്സ്യക്കൂട് പോലെ കെട്ടിയുണ്ടാക്കും. ഇവയ്ക്കുള്ളിലേക്ക് കണവകൾ കൂട്ടത്തോടെ മുട്ടയിടാനെത്തുമ്പോൾ പിടികൂടുകയാണ് രീതി. നിരവധി പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് പ്രജനന സമയത്തുള്ള കണവപ്പിടുത്തവും പ്ലാസ്റ്റിക് നിക്ഷേപവും. കയ്പമംഗലത്തെ ബീച്ചുകളിൽ ലോഡ് കണക്കിന് കൊഴിഞ്ഞിലുകളും പ്ലാസ്റ്റിക് കുപ്പികളും കൂട്ടിയിട്ടതായും അനധികൃത കണവപ്പിടുത്തം നടക്കുന്നതായും പ്രദേശവാസികൾ കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. TCV ന്യൂസ്, കയ്പമംഗലം.
പ്രളയത്തിൽ വീടിനകത്തേക്ക് വെള്ളം കയറിയെങ്കിലും പുത്തൻചിറ പഞ്ചായത്തിലെ 3 കുടുംബങ്ങൾ ആനുകൂല്യങ്ങൾക്ക് പുറത്തായി. സർക്കാർ പ്രഖ്യാപിച്ച 10,000 രൂപ പോലും ലഭിക്കാത്ത ഇവർ കൊടുത്ത അപേക്ഷ പോലും എന്തായെന്നറിയാത്ത നിലയിലാണ്. കോവിലകത്തുനിന്ന് സ്വദേശികളായ ഇളയോടത്ത് ബുഷറ ഫൈസൽ, പൂത്തേക്കൽ സാലിഹ്, ജമ്മിക്കാട്ടിൽ ഹേന എന്നിവരുടെ കുടുംബങ്ങളാണ് പ്രളയ ദുരിതാശ്വാസമായി യാതൊന്നും ലഭിക്കാത്തവർ. ഇവർ ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനുള്ള ശ്രമത്തിലാണ്. ഇവരുടെ അറിവില്ലായ്മയെ ബന്ധപ്പെട്ടവർ അവസരമാക്കി മാറ്റിയതാണ് ആനുകൂല്യം നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നും ആക്ഷേപമുണ്ട്. ഈ 3 വീടൊഴികെയുള്ള അയൽവീട്ടുകാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിലെ 10,000 രൂപ ലഭിച്ചിട്ടുണ്ട്. വെള്ളം കയറിയതിനാൽ 8 ദിവസം ക്യാമ്പിൽ കഴിഞ്ഞുവെന്നും വീടിന് തകരാർ സംഭവിച്ചുവെന്നും ബുഷറ പറയുന്നു. ഒരാളും വന്ന് അന്വേഷിക്കാൻ നോക്കാൻ ഇവിടെയുള്ള ഏജൻസികൾക്ക് ഇവിടെ വെള്ളം കയറിയില്ലാന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് അരക്കൊപ്പം വെള്ളം കണ്ണിക്കാല വരെ വെള്ളം കയറി നടക്കാറുണ്ട്. ഞങ്ങളുടെ ഈ 3 വീട്ടിൽ ഞങ്ങൾക്ക് ഒരാൾക്കും പൈസ കിട്ടിയിട്ടില്ല. അപ്പുറം വരെയും പൈസ എല്ലാവർക്കും കിട്ടി. ഞങ്ങൾക്ക് ഈ 3 വീട്ടുകാർക്കും ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. EMS ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ അടിത്തറ വെള്ളം കയറിയതിനാൽ ഇളകിയ നിലയിലാണ്. കട്ടിലും മറ്റ് വീട്ടുപകരണങ്ങളും തറയിലേക്ക് താഴുന്ന അവസ്ഥയിലാണ്. വീടിനുള്ളിൽ പല ഭാഗത്തും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഭിത്തിയിലും വിള്ളൽ വീണ നിലയിലാണ്. ആനുകൂല്യം ലഭിക്കാതിരുന്ന ഈ വീടുകളുടെ അകത്ത് 2 അടിയിലേറെ വെള്ളം കയറിയതായി ചിത്രങ്ങൾ സഹിതം സാക്ഷ്യപ്പെടുത്തുന്നു. ലോട്ടറി വിൽപ്പനക്കാരനായ സാലിഹും കുടുംബവും സ്വന്തം നിലയിൽ കെട്ടിപ്പൊക്കിയ 4 സെന്റ് സ്ഥലത്തെ ചെറിയ വീട്ടിലാണ് കഴിയുന്നത്. തൊട്ടടുത്ത പട്ടികജാതി വിഭാഗക്കാരായ ഹേനയും 2 പെൺമക്കളും കഴിയുന്ന ഓടുമേഞ്ഞ വീടും വെള്ളം കയറിയതാണ്. 3.5 സെന്റ് സ്ഥലം മാത്രമുള്ള ഇവർ വിധവയാണ്. ഈ 3 കുടുംബങ്ങളും അവസാന ശ്രമമെന്ന നിലയിൽ ജില്ലാ കളക്ടറെ സമീപിക്കാൻ ശ്രമിക്കുകയാണ്. വെള്ളം കയറിയതിന് സർക്കാർ പ്രഖ്യാപിച്ച 10,000 രൂപയ്ക്ക് അർഹരായവരെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങളിൽ അധികൃതരുടെ വീഴ്ചയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. TCV മാള. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. വെങ്കടങ്ങ് കണ്ണോത്ത് സ്വദേശി ഇരുപ്പശ്ശേരി വീട്ടിൽ ചെറുകണ്ടൻ മകൻ 53 വയസ്സുള്ള സുബ്രഹ്മണ്യനാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് പെരുവല്ലൂർ സെന്ററിന് സമീപമായിരുന്നു അപകടം. എതിർദിശയിൽ നിന്നും വന്ന ട്രാക്ടർ സുബ്രഹ്മണ്യന്റെ സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുബ്രഹ്മണ്യനെ നാട്ടുകൌടൻ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വ്യാഴാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു. പാവറട്ടി പോലീസ് കേസെടുത്തു. ശ്രീനാരായണപുരത്ത് ടാങ്കർ ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ഒഴിവായത് വൻ അപകടം. എറണാകുളത്തു നിന്നും മംഗലാപുരത്തേക്ക് പെട്രോളുമായി പോകുകയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർക്ക് തലചുറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ചെന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ചരിഞ്ഞെങ്കിലും വൈദ്യുതി വിതരണം നിലച്ചതിനാൽ കൂടുതൽ അപകടമുണ്ടായില്ല. മതിലകം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. അമ്പലപുരം മത്താണി റോഡിൽ മണ്ണുമായി പോയിരുന്ന ടിപ്പറിന് തീപിടിച്ച അപകടം. ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. വേലു പാറക്കുന്നത്ത് വീട്ടിൽ അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പറിനാണ് തീപിടിച്ചത്. വാഹനം നിർത്തി ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മുൻവശത്തെ ക്യാബിൻ പൂർണ്ണമായും കത്തി നശിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. സ്റ്റേഷൻ ഓഫീസർ SL ദിലീപ്, ലീഡിംഗ് ഫയർമാൻ റോയ് തോമസ്, രഞ്ജിത്ത്, ഫയർമാൻമാരായ യുവൈസ്, ശ്രീജിത്ത്, രമേശ്, സുജാതൻ, ഫയർ ഡ്രൈവർ വിൽസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രളയത്തിൽ തകർന്ന ആറാട്ടുപുഴ ബണ്ട് റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പുനഃസ്ഥാപിച്ചത്. തകർന്ന ബണ്ടിന് സമീപത്തുള്ള കരുവാക്കുണ്ട് റോഡ് ഗതാഗത യോഗ്യമാക്കുവാൻ 10 ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. പ്രളയത്തിൽ ആറാട്ടുപുഴ കരകവിഞ്ഞതിനെ തുടർന്നാണ് ബണ്ട് തകർന്നത്. കുട്ടനാടിൽ നിന്നും കോഴിക്കോട് നിന്നും എത്തിയ തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് ബണ്ട് താൽക്കാലികമായി നിർമ്മിച്ചത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സുനിൽ, NT ശങ്കരൻ, ലത ഗോപിനാഥൻ എന്നിവർ പങ്കെടുത്തു. കടലിന്റെ മക്കൾക്ക് കലാസലാം ഒരുക്കിയ ഊരാളി ബാൻഡ്. കേരളത്തെ പ്രളയത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയ മത്സ്യത്തൊഴിലാളികൾക്ക് കലയുടെ ആദരവുമായാണ് മുസ്ലിസ് ബിനാലയുടെ നേതൃത്വത്തിൽ ഊരാളി ബാൻഡ് മതിലകം കൂളിമുട്ടം കടപ്പുറത്ത് എത്തിയത്. പ്രത്യേകം സജ്ജീകരിച്ച ബസ്സിലാണ് കലാപരിപാടികൾ അവതരിപ്പിച്ചത്. പാട്ടും പറച്ചിലുമായി 12ഓളം കലാകാരന്മാർ അണിനിരന്നു. മതിലകത്തെ സാംസ്കാരിക സംഘടനകൾ, വായനശാലകൾ, ക്ലബ്ബുകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിലെ 10 തീരദേശ കേന്ദ്രങ്ങളാണ് കലാസലാം അവതരിപ്പിക്കുന്നത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് ഭീഷണിയായി തേനീച്ചക്കൂട്ടം. ആശുപത്രിക്ക് സമീപമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് തേനീച്ചകൾ കൂടുകൂട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലും ഇതേ സമയത്ത് തേനീച്ചകൾ ഇവിടെ ഭീഷണി സൃഷ്ടിച്ചിരുന്നു. തേനീച്ചകളുടെ ഉപദ്രവം മൂലം രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും രാത്രികാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്.
കഴിഞ്ഞ വർഷങ്ങളിൽ ആശുപത്രി അധികൃതർ പരാതിപ്പെട്ടതിനെ തുടർന്ന് തേനീച്ചക്കൂട് നീക്കം ചെയ്തിരുന്നു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. പാവപ്പെട്ടവർക്കും ആധുനിക വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതാണ് സർക്കാരിന്റെ നയമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ പുത്തൻചിറ സർക്കാർ UP സ്കൂളിൽ 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ വികസനത്തിന്റെ കേന്ദ്രം വിദ്യാഭ്യാസമാണെന്നും അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ മേഖലയിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. പുത്തൻചിറ പഞ്ചായത്ത് പ്രസിഡന്റ് VA നദീർ, വൈസ് പ്രസിഡന്റ് ബീന സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TK ഉണ്ണികൃഷ്ണൻ, പുത്തൻചിറ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ തുടങ്ങിയവർ സംസാരിച്ചു. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ ജഗതിയുടെ മുഖത്ത് മിന്നിമറഞ്ഞത് ഗതകാല സ്മരണകളാണ്. വെള്ളിത്തിരയിൽ എക്കാലത്തും തിളങ്ങി നിന്ന തങ്ങളുടെ പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടൻ വീണ്ടും സിനിമകളിൽ വേഷമിടുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു. അതിരപ്പിള്ളിയിലെ വാട്ടർ തീം പാർക്കിൽ കഴിഞ്ഞ രാത്രിയിലായിരുന്നു രംഗം. ജഗതിയുടെ മകൻ രാജ്കുമാർ തുടക്കമിട്ട ജഗതി എന്റർടൈൻമെന്റിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. ജഗതിയുടെ ചികിത്സയുടെ ഭാഗമായും കൂടിയാണ് മകന്റെ പുതിയ സംരംഭം. ഇക്കാലം അത്രയും ചെയ്തിരുന്ന തൊഴിൽ മേഖലയുടെ പശ്ചാത്തലം ഒരുക്കിയാൽ ജഗതി ശ്രീകുമാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും മാറ്റമുണ്ടാകുമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. വീണ്ടും ജഗതി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് ഇതേ വാട്ടർ പാർക്കിന്റെ പരസ്യചിത്രത്തിനും വേണ്ടിയായിരുന്നു. പരസ്യ കമ്പനിയുടെ ഉദ്ഘാടനം ജഗതിയും പരസ്യചിത്രത്തിന്റെ ഉദ്ഘാടനം മനോജ് K ജയനും നിർവഹിച്ചു. വലതുകൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ട ജഗതി ഇടതുകൈ ഉയർത്തി ആശംസകൾ നേർന്നവരെ അഭിവാദ്യം ചെയ്തു. നിങ്ങൾ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടെന്ന ഭാവം മുഖത്ത് വിടരുന്നുണ്ടായിരുന്നു. ജഗതിയുടെ മകൾ പാർവതി, പാർക്ക് MD ഷാലിമാർ, ചെയർമാൻ പ്രശാന്ത് നെടുമുറി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കാട്ടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ മുഴുവൻ സമയ ഡോക്ടറുടെ സേവനവും കിടത്തി ചികിത്സയും തുടങ്ങണമെന്നാവശ്യപ്പെട്ട ജനകീയ സംരക്ഷണ സമിതി സമരം ശക്തമാക്കുന്നു. പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ആശുപത്രിക്ക് മുന്നിൽ ഏകദിന ഉപവാസം നടത്തി. PUCL ജില്ലാ പ്രസിഡന്റ് TK വാസു സമരം ഉദ്ഘാടനം ചെയ്തു. സമരസമിതി പ്രസിഡന്റ് ജോമോൻ വലിയ വീട്ടിൽ അധ്യക്ഷനായിരുന്നു. പ്രദീപ് കാട്ടിക്കുളം, NN അനിലൻ, വർഗീസ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. നബാർഡിന്റെ ഏരിയ വികസന പദ്ധതിയുടെ ഭാഗമായി ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത ചെറുകിട ഫാം പദ്ധതി ആരംഭിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ വരാക്കരയിൽ മന്ത്രി C രവീന്ദ്രനാഥ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമ്പിളി സോമൻ അധ്യക്ഷയായിരുന്നു. 4 പേരടങ്ങുന്ന 25 ഗ്രൂപ്പുകൾക്കാണ് ആദ്യഘട്ടത്തിൽ വായ്പ നൽകുന്നത്. 20 ആട്, 40 സെന്റ് സ്ഥലത്ത് മഞ്ഞൾ, 40 സെന്റ് സ്ഥലത്ത് നേന്ത്രവാഴ, ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളുടെ വീട്ടിലും മഴവെള്ള സംഭരണി എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഗ്രൂപ്പിന് 4 ലക്ഷം രൂപ വീതമാണ് വായ്പ നൽകുന്നത്. ഇതിനായി 2 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കുടുംബശ്രീയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രളയം തകർത്ത വെങ്കടങ്ങ പഞ്ചായത്തിൽ ഭവന നിർമ്മാണത്തിന് ഊന്നൽ നൽകി ബജറ്റ് അവതരിപ്പിച്ചു. 18,03,38,000 രൂപ വരവും 18,03,25,000 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് KV മനോഹരൻ അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് രതി M ശങ്കർ യോഗത്തിൽ അധ്യക്ഷയായി. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭവന മേഖലയ്ക്ക് 1.30 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. കൃഷി, മൃഗസംരക്ഷണം എന്നിവയ്ക്ക് 77 ലക്ഷം, പാടൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഫിസിയോതെറാപ്പി യൂണിറ്റിന് 5 ലക്ഷം, സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണത്തിന് 6 ലക്ഷം, തെരുവ് വിളക്ക് സ്ഥാപിക്കൽ പദ്ധതിക്ക് 34 ലക്ഷം, കുടിവെള്ള പദ്ധതികൾക്ക് 9.5 ലക്ഷവും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കനത്ത വെയിലിൽ പൊതുസ്ഥലങ്ങളിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾക്ക് തീ പിടിക്കുകയും അവ അണയ്ക്കാൻ അഗ്നിശമന ഇടതടവില്ലാതെ ഓടുകയും ചെയ്യുമ്പോൾ കുന്നംകുളം നഗരം ഭീതിയിലാണ്. വ്യാപാര നഗരത്തിന്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കാവുന്ന അരി മാർക്കറ്റിനകത്തെ പടക്കങ്ങളുടെ വിൽപ്പനശാലകൾക്ക് പരിസരത്തായി പ്ലാസ്റ്റിക് നിറഞ്ഞ മാലിന്യ കൂമ്പാരമാണ് ഭീതിയാകുന്നത്. പറയുമ്പോൾ കുന്നംകുളം മാലിന്യ വിമുക്ത നഗരമാണ്. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവരെ തിരഞ്ഞുപിടിച്ച നിയമ നടപടികളും ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളും സ്വീകരിക്കുന്ന നഗരം. നഗരം ശുചീകരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കൺമുന്നിലാണ് ഈ മാലിന്യമല നിലനിൽക്കുന്നത്. പ്ലാസ്റ്റിക് ആണ് മുഴുവനും. പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ
ദിനംപ്രതി മാലിന്യം ഇവിടെ കുന്നുകൂടുമ്പോൾ ഏത് സമയത്തും തീ പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. രാത്രി സമയങ്ങളിൽ പരിസരത്ത് തട്ടുകടകളും പ്രവർത്തിക്കുന്നുണ്ട്. പരിസരത്തെ സ്ഥാപനങ്ങളിലോ കെട്ടിടത്തിലോ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളും ഇല്ല. നഗരത്തിൽ വൻകിട കെട്ടിടങ്ങളിൽ പോലും ഈ സംവിധാനം ഇല്ല എന്നതാണ് സത്യം. പരിസരത്ത് പടക്കം, ഫാൻസി, തുണി, പലചരക്ക് വ്യാപാര സ്ഥാപനങ്ങളാണ് അധികവും. ദുരന്തം എത്തുന്നതിനു മുൻപേ അധികൃതരുടെ ഇടപെടലുണ്ടാകണം എന്നാണ് പരിസരവാസികളായ വ്യാപാരികൾ പറയുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 16,47,97,679 രൂപ വരവും 16,26,96,660 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് TS ബൈജു അവതരിപ്പിച്ചത്. ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചുകൊണ്ട് വിഷരഹിതമായ പച്ചക്കറി ഉൽപാദനം ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഭവനരഹിതരായവർക്ക് വീട് നിർമ്മിക്കാൻ 2 കോടി, ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 2 സർക്കാർ ആശുപത്രികളുടെ ഉന്നമനത്തിനായി 35 ലക്ഷം, മാലിന്യ സംസ്കരണത്തിനായി 38 ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൂത്ത് തല പ്രവർത്തകരുമായി നടത്തുന്ന വീഡിയോ കോൺഫറൻസ് വെള്ളറക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. എരുമപ്പെട്ടി, വേലൂർ, കടങ്ങോട്, ചൊവ്വന്നൂർ പഞ്ചായത്തുകളിലെ ബൂത്ത് പ്രവർത്തകരാണ് സംവാദത്തിൽ ഏർപ്പെട്ടത്. അലമീൻ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഉസ്മാൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS രാജേഷ് അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി ജെബിൻ, സുഭാഷ് പാക്കത്ത്, SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ, സുഭാഷ് ആദൂർ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി നഗരസഭ 2019-20 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ കെട്ടിടത്തിന് 3 കോടി രൂപയും കുമ്പളങ്ങാട് നിർമ്മിക്കുന്ന വ്യവസായ സമുച്ചയത്തിന് 5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. സർവ്വശുദ്ധി പദ്ധതിക്കായി 4 കോടി 6 ലക്ഷവും വീടുകൾക്കും സ്ഥാപനങ്ങൾക്കുമായി ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് 31.39 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ MR അനൂപ് കിഷോറാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ പ്രളയ ദുരിതാശ്വാസം അനർഹമായി നേടിയെടുക്കാൻ ശ്രമിച്ചതായി ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളറക്കാട് സെന്ററിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം DCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PK സുലൈമാൻ അധ്യക്ഷനായി. DCC സെക്രട്ടറി VK രഘുസ്വാമി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിബിൻ K മോഹൻ, പ്രതിപക്ഷ നേതാവ് PC ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് രേഖകളില്ലാതെ വലയുന്ന 5 കുടുംബങ്ങൾക്ക് എയ്ഡ് ഇന്ത്യ കോൺഗ്രസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. പരന്തരപ്പള്ളി പഞ്ചായത്തിലെ എച്ചിപ്പാറയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 5 പ്രളയബാധിതർക്കാണ് ആദ്യഘട്ടത്തിൽ വീട് നൽകുന്നത്. വീടുകളിലെ തറക്കല്ലിടൽ DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. കൂട്ടായ്മ ചെയർമാൻ KL ജോസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EA ഉമ്മർ, എയ്ഡ് ഇന്ത്യ സംസ്ഥാന കോർഡിനേറ്റർ NK സീന, കൺവീനർ ഇബ്രാഹിംകുട്ടി ചക്കങ്ങൽ എന്നിവർ സംസാരിച്ചു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോർജ് പാറമേൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർമാരായ പ്രൊഫസർ CU വിജയ്, പ്രൊഫസർ ദീപക് ജോസഫ്, ഡോക്ടർ ബാബു D പാറക്കൽ, ഡോക്ടർ S മിലി, G ഗൗതം എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ 102 വിദ്യാർത്ഥികൾ രക്തദാനം നടത്തി. പെരുവല്ലൂരിലെ സ്വകാര്യ ഫ്ലക്സ് പ്രിന്റിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനെ 4-അംഗ സംഘം സ്ഥാപനത്തിൽ കയറി മർദ്ദിച്ചതായി പരാതി. കോതമംഗലം സ്വദേശി അക്കരമറ്റം വീട്ടിൽ കണ്ണനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ പരിക്കേറ്റ കണ്ണനെ മുല്ലശ്ശേരി ബ്ലോക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനത്തിൽ സ്ഥാപനത്തിലേക്ക് വരുന്നതിനിടെ ഇൻഡിക്കേറ്റർ പ്രവർത്തിപ്പിച്ചില്ല എന്നാരോപിച്ച് പുറകിലെ കാറിൽ ഉണ്ടായിരുന്നവരും തമ്മിലുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. സ്ഥാപനത്തിൽ കയറി 4-അംഗ സംഘം ആക്രമിക്കുന്നത് കണ്ട് ഭയന്ന് പിടിച്ചു മാറ്റാൻ വനിതാ ജീവനക്കാർക്കും മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി കേസെടുത്തു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ,
ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. ദേശമംഗലം പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് എം മഞ്ജുള നിർവഹിച്ചു. മുച്ചക്ര വാഹനത്തിന് പുറമെ ഊന്നുവടികൾ, കട്ടിൽ എന്നിവയും വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ എം സലീം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ പി എസ് ലക്ഷ്മണൻ, അജിത കൃഷ്ണൻകുട്ടി, പി എൻ സുധ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ 2018-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അഖിലാവേണി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ സംസാരിച്ചു. 5 ലക്ഷം രൂപ ഉപയോഗിച്ച് 33 പേർക്കാണ് വീൽചെയർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. എരുമപ്പെട്ടി നെല്ലുവായി മുണ്ടൻകോട് കോളനിയിൽ സാംസ്കാരിക നിലയം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് പഞ്ചായത്ത് ഭരണസമിതിയും ബി.ജെ.പിയും തടസ്സം നിൽക്കുന്നുവെന്നാരോപിച്ച് സിപിഎം പന്തംകൊളുത്തി പ്രകടനം നടത്തി. മുണ്ടൻകോട് കോളനിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മുരിങ്ങത്തേരിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ടി ദേവസി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം പി സി അബാൽമണി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസീത ശശിധരൻ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം അമൃത സുരേഷ് എന്നിവർ സംസാരിച്ചു. പഴവൂർ കിഴക്കേ കോളനി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുമതി നിർവഹിച്ചു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ബ്ലോക്ക് പഞ്ചായത്താണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വെലു പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാർ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കുര്യാക്കോസ് ജോൺ, ജെയ്സൺ ചാക്കോ, പി കെ കൗസല്യ എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം ഗീതാഗോപി എം.എൽ.എ. നിർവഹിച്ചു. ജിറിയാട്രിക് വാർഡ്, ഫിസിയോതെറാപ്പി യൂണിറ്റ്, ദന്തരോഗ ചികിത്സാ കേന്ദ്രം, നവീകരിച്ച പൈതൃക വാർഡ്, കുട്ടികളുടെ പാർക്ക് എന്നീ പദ്ധതികളാണ് പൂർത്തീകരിച്ചത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ സുഭാഷിണി അധ്യക്ഷയായിരുന്നു. നാട്ടിക, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. 45 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതികൾ പൂർത്തീകരിച്ചത്. വട്ടാളത്തറ സർവീസ് സഹകരണ ബാങ്ക് കെയർ ഹോം ഭവന പദ്ധതിയിൽ പണി കഴിപ്പിച്ച ആദ്യ വീടിന്റെ സമർപ്പണം മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. അളഗപ്പ നഗർ 4-ാം വാർഡിലെ കുട്ടി ലക്ഷം വീട് കോളനിയിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് പി കെ വിനോദൻ, സോജൻ ജോസഫ്, കെ ആർ മിനി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കൾക്ക് കോൺക്രീറ്റ് കട്ടകൾ വിതരണം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കോൺക്രീറ്റ് കട്ടകൾ നിർമ്മിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രീതി സതീഷ്, എൻ കെ കബീർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വരവൂർ പഞ്ചായത്തിലെ കാർലിമുക്ക് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം യു ആർ പ്രദീപ് എം.എൽ.എ. നിർവഹിച്ചു. പഞ്ചായത്ത് പദ്ധതി വിഹിതമായ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാർലിമുക്ക് കുടിവെള്ള പദ്ധതി പ്രാവർത്തികമായത്. പഞ്ചായത്ത് പ്രസിഡന്റ് സി വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ബാബു, ഖദീജ ടീച്ചർ, എം എ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം കടങ്ങോട് പഞ്ചായത്തിലെ നിർധനർക്കുള്ള സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തു. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ബി.ജെ.പി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മുരളി യാദൂർ അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് കെ എസ് രാജേഷ്, സംസ്ഥാന സമിതി അംഗം ഇ ചന്ദ്രൻ, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി പി ജെ ജെബിൻ എന്നിവർ പങ്കെടുത്തു. നവീകരിച്ച പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ കൂദാശ മാർച്ച് 2-3 തീയതികളായി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലങ്കര സഭയിലെ പൗരാണിക ദേവാലയങ്ങളിലൊന്നായ പള്ളി പഴമ നിലനിർത്തിക്കൊണ്ടാണ് തന്നെയാണ് നവീകരിച്ചിരിക്കുന്നത്. കൂദാശ ചടങ്ങുകൾക്ക് സഭാ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോസഫ് ചെറുവത്തു, വർഗീസ്, ലിജിൻ പി ചാക്കോ, ടീറ്റസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് സമരസമിതിയുടെ കാൽനട പ്രചാരണ ജാഥയ്ക്ക് ചാവക്കാട് സ്വീകരണം നൽകി. ടി എം ലത, വി കെ മെർലിൻ, ഷീല തെക്കേക്കര, എം ജി ജയ, നൌഷാദ്, എം കെ ഷാജി എന്നിവർ സംസാരിച്ചു. തിരുവിലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ദശമി വിളക്ക് ഭക്തിസാന്ദ്രമായി. നങ്ങ്യാർകൂത്ത്, സംഗീതോത്സവം,
മേളത്തോടുകൂടിയ ശീവേലി എഴുന്നള്ളിപ്പ്, തിരുവാതിരക്കളി, ഇരട്ട തായമ്പക എന്നിവ നടന്നു. മുപ്പ്ളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ജെ ഡിക്സൺ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം ബെന്നി പഞ്ഞിക്കാരൻ, പ്രിൻസിപ്പൽ കെ സൗദാമിനി, പ്രധാന അധ്യാപിക സി എം ഷാലി, PTA പ്രസിഡന്റ് വി ആർ ബൈജു എന്നിവർ സംസാരിച്ചു. ചേലക്കരയിൽ ആരംഭിക്കുന്ന തൃശൂർ റൈസ് പാർക്കിന്റെ ശിലാസ്ഥാപന കർമ്മം മന്ത്രി EP ജയരാജൻ വെള്ളിയാഴ്ച ചേലക്കരയിൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UR പ്രദീപ് MLA, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ S നായർ, സംഘാടക സമിതി ചെയർമാൻ KP രാധാകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വാർത്താസമ്മേളനത്തിൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ശ്രീജ, വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EL ശശി, ഗ്രാമപഞ്ചായത്ത് അംഗം VG സുരേഷ് എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള ബ്ലോക്ക് വാർഷിക സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് N സദാശിവൻ നായർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് P ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് AP ജോസ്, സംസ്ഥാന കമ്മിറ്റി അംഗം ജോയ് മണ്ഡകത്ത് എന്നിവർ സംസാരിച്ചു. കേരള ആർട്ടിസാൻസ് യൂണിയൻ CATU കൊണ്ടാഴി പഞ്ചായത്ത് സമ്മേളനം മായന്നൂർ വായനശാലയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CATU ഏരിയ സെക്രട്ടറി N വാസുദേവൻ, CPM ലോക്കൽ സെക്രട്ടറി VM കൃഷ്ണകുമാർ, യൂണിയൻ ഏരിയ സെക്രട്ടറി A ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറുമാലിപ്പുഴയിലെ എല്ലാ ജലസേചന പദ്ധതികളും ഇറിഗേഷൻ വകുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുന്നു. നടപടി മേഖലയിൽ ആയിരക്കണക്കിന് ഹെക്ടർ കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായേക്കും. ജില്ലയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹാർദ്ദ വിനോദസഞ്ചാര കേന്ദ്രമായ അഴീക്കോട് മുനക്കൽ മുസ്രീസ് ഡോൾഫിൻ ബീച്ച്. വിനോദസഞ്ചാര വകുപ്പിന്റെ ബാരിയർ ഫ്രീ പദ്ധതിയിലൂടെ ഡോൾഫിൻ ബീച്ചിന് പുതിയ മുഖം. തീരദേശത്ത് അനധികൃത കണവാപ്പിടുത്ത സംഘങ്ങൾ സജീവം. കൃത്രിമ പാര് നിർമ്മിച്ചുള്ള കണവാപ്പിടുത്തത്തിനായി ഉപയോഗിക്കുന്നത് ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം. പ്രളയത്തിലെ വീട് നശിച്ച പുത്തൻചിറ പഞ്ചായത്തിലെ 3 കുടുംബങ്ങൾ ആനുകൂല്യങ്ങൾക്ക് പുറത്ത്. നടപടിക്രമങ്ങളിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.